الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വേൾഡ് കപ്പിന് കിക്ക് ഓഫ് ചെയ്യപ്പെട്ട ആവേശത്തിലാണ് ആളുകളൊക്കെ ഉള്ളത്. സ്വാഭാവികമായും ഒരു പള്ളിയുടെ മിമ്പറിൽ വേൾഡ് കപ്പിന്റെ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് അള്ളാഹുവിന്റെ ഖുർആനിൽ അതിലുള്ള പാഠങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിരുകടന്ന ആരവങ്ങളും ആവേശങ്ങളും അറിഞ്ഞോ അറിയാതെയോ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അതിലെ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും, ഇസ്ലാം ഈ കളികൾക്കെതിരാണോ, അതൊരു വരണ്ട മതമായി മാറിയിരിക്കുകയാണോ എന്ന ചിന്തകളൊക്കെ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഹറാമല്ലാത്ത, അതുപോലെ തന്നെ നിർബന്ധിത കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്ത വിനോദങ്ങളെ അള്ളാഹുവിന്റെ ഇസ്ലാം അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഫുട്ബോൾ കളിക്കുന്നതിന് ഇസ്ലാം എതിരല്ല, ആ കളി കണ്ടാസ്വദിക്കുന്നതിനും അള്ളാഹുവിൻ്റെ ദീൻ എതിരല്ല. മറ്റുള്ള കായികങ്ങളിലേക്ക് ആരോഗ്യത്തിന് വേണ്ടി കടക്കുന്നതും എതിരല്ല. ഒരു വേള നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം കായികപരമായ അധ്വാനങ്ങൾ പുണ്യകർമ്മങ്ങൾ വരെ ആയിത്തീരാമെന്നാണ് ഉലമാഇന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? ഒരാൾ വ്യായാമ മുറകൾക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ആരോഗ്യം അതുകൊണ്ട് ശക്തമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് ആരോഗ്യമുണ്ടായാലേ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്യാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഒരാൾ ഇത്തരം വ്യായാമ മുറകളിലേക്കോ കായികങ്ങളിലേക്കോ ഇറങ്ങുന്നതെങ്കിൽ അതവന് അമലു സ്വാലിഹാത്ത് വരെ ആയേക്കാം എന്ന് പണ്ഡിത ലോകം നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ നടത്തം മത്സരം റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൽപിടുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നടത്തിയിട്ടുണ്ട്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, മറ്റുള്ള സ്വഹാബത്തൊന്നും ഇല്ലാത്തൊരു സമയത്ത് റസൂൽ ഞാനുമായി ഒരു ഓട്ട മത്സരം നടത്തി. ആ സമയത്ത് ഞാൻ വളരെ ചെറുതും തടി വളരെ കുറവായതുകൊണ്ട് ഞാനാണ് അവിടെ വിജയിച്ചത്. പിന്നീട് ഒരിക്കൽ യാത്രയിൽ സഹാബത്തൊക്കെ മുന്നോട്ട് പോയപ്പോൾ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഞങ്ങളൊരു ഓട്ട മത്സരം നടത്താൻ തീരുമാനിച്ചു, അവരുടെ കൺമുന്നിലല്ലാതെ. ആ സമയത്ത് ആയിഷ ബീവി പറയാണ്, അന്ന് ഞാൻ കുറച്ചുകൂടെ തടി വന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിജയിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, അന്ന് എന്നെ പരാജയപ്പെടുത്തിയതിന്റെ മറുപടിയാണ് ഇന്നത്തെ എന്റെ വിജയമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ എല്ലാം ഉണ്ട്. ഇസ്ലാമിൽ എല്ലാ വിനോദങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അനുവദിച്ചു തന്നതിൽ ഒരിക്കലും അതിര് കടക്കുന്ന ഒരു പ്രവണത നമുക്കിടയിലൂടെ കടന്നു വരാൻ പാടില്ല. ഇപ്പൊ കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ സാമ്പത്തികമായ വരുമാനങ്ങളുണ്ട്, ഇൻകമുണ്ട്. അതല്ലെങ്കിൽ അതിനൊരു ബിസിനസ് മേഖലയിലൂടെ കാണുന്ന ആളുകൾക്കും അതിന്റെ വരുമാനങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ന് നമുക്കിടയിലൂടെ കാണുന്ന ചില ആരവങ്ങൾ ഒരുപാട് തിന്മകളെ വാരിക്കൂട്ടുന്ന സന്ദർഭങ്ങൾ നമ്മളിലൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം തിന്മകൾ നമ്മളിലേക്ക് വരാതെ സൂക്ഷിക്കാനുള്ളൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നത്തെ ഖുത്ബയിൽ ഈ വിഷയം നിങ്ങൾക്കിടയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത് തിന്മകളായി നമ്മളിലേക്ക് കടന്നു വരുന്നത്? അതിലൊന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഫാൻസ് അസോസിയേഷനുകളാണ്. ആളുകൾ തമ്മിൽ തല്ലുന്ന ഒരു പ്രവണതകൾ കടന്നു വരികയാണ്. ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കുക. നമ്മളുമായി ഭാഗവക്കല്ലാത്ത രാജ്യങ്ങള്, അതിലെ വ്യക്തിത്വങ്ങള്, അവർ തങ്ങളുടെ ദൈവങ്ങളാണെന്ന് വാഴ്ത്തുന്നവർ, അവരാണ് തങ്ങളുടെ മിശിഹ എന്ന് വാഴ്ത്തുന്നവർ, അവരുടെ ആക്ഷനുകളെ അനുകരിക്കുന്നവർ, ഇങ്ങനെ ഫാൻസുകൾക്ക് വേണ്ടി തമ്മിത്തല്ലി എത്രത്തോളം വാപ്പയും മക്കളും വരെ തമ്മിത്തല്ലുന്ന സാഹചര്യങ്ങള് നമുക്കിതിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ ആളുകളോട് ഞങ്ങൾക്ക് കുറച്ച് ആരവം കൂടുതലാണ് എന്ന് പറയുന്ന രീതികളിലൂടെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്തവർ. നിങ്ങൾക്കറിയാം, ഒരു കൊലപാതകം വരെ കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ടുണ്ട് ഫാൻസ് അസോസിയേഷന്റെ പേരിൽ എന്നുള്ളതാണ്. തമ്മിലൂടെ തല്ലുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്, തെറി വിളിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആരോടാണ് പ്രണയമുണ്ടാകുന്നത് അവരോട് കൂടെയായിരിക്കും അള്ളാന്റെ പരലോകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ അന്ധമായിട്ട് ഒരാളോടും ഇഷ്ടപ്പെടാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൽമർഉ മഅ മൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്ര വലിയ ജീവന്റെ ഏറ്റവും വലിയ സ്നേഹമായി മാറ്റാൻ ഇഷ്ടപ്പെടാൻ കഴിയേണ്ടത് ആരാണ്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ വാചകം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, അൻത മഅ മൻ അഹബബത, അനസേ, നീ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയായിരിക്കും പരലോകത്തെന്ന വാക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയാണ്, ഫഅന ഉഹിബ്ബുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാന്റെ പ്രവാചകനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അബൂബക്കറിനെയും ഉമറിനെയുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവരോടുള്ള ആ ഇഷ്ടം കാരണം അവരുടെ കൂടെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ആരെയാ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയായിരിക്കും അല്ലാന്റെ പരലോകത്ത് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് മതകാര്യം മാത്രം അങ്ങനെ സെപ്പറേറ്റ് തിരിക്കാനുണ്ടോ? അത് ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും കായിക ലോകത്തിന്റെ മേഖലകളാണെങ്കിലും നമുക്കാരോടും അന്ധമായ അനുകരണങ്ങളില്ല. ആരെയും ഒരു ഫാൻസ് എന്ന രീതിയിൽ അമിതമായി പിന്തുടരപ്പെടാനില്ല. അവിടെ അങ്ങനെ സ്വീകരിക്കാൻ ഒരു റോൾ മോഡൽ നമുക്കുള്ളതാരാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഈ ഫാൻസ് അസോസിയേഷനുകളുടെ പേരിൽ അറിയാതെ തിന്മകൾ നമ്മൾ വാരിക്കൂട്ടുന്നുണ്ട്. രണ്ടാമത്തെ തിന്മ അതിലൂടെ കടന്നു വരുന്നത്, അതിലൂടെ ധൂർത്ത് കാണിക്കുന്ന സാഹചര്യങ്ങളാണ്. ധൂർത്തുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കട്ടൗട്ടുകളാണ്, എത്ര ഫ്ലക്സുകളാണ്. മത്സരിച്ചിട്ടാണ് ഒരു ടീം കൊണ്ടുവരുന്ന ഫ്ലക്സിനേക്കാളും ഏറ്റവും വലുതായിരിക്കും ഞങ്ങളുടേതെന്ന് പറയുന്നവർ. കഴിഞ്ഞ ഖത്തറിന്റെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ കട്ടൗട്ട് ഉണ്ടാക്കി വെച്ചത് കെട്ടുന്നതിനിടയിൽ
അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണൊരു മരണം പോലും ഈ ഉമ്മത്ത് മുസ്ലിമിക്കടയിൽ ഉണ്ടായി എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി പണങ്ങളെ വല്ലാതെ ദൂർത്തടിക്കുന്നവർ, ഏറ്റവും വലുത് ഞങ്ങളുടേതാകണമെന്ന് കരുതുന്നവർ, ചേരി തിരിഞ്ഞ് അതിന്റെ പേരിൽ അക്രമ സ്വഭാവങ്ങളെ കാണിക്കുന്നവർ, പുഴയുടെ നടുവിൽ പോലും വലിയ ഫ്ലക്സിന്റെ അഭിമാനം നടിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്കിടയിലൂടെ കടന്നു വരുമ്പോ ഓർക്കണേ, അതിനു വേണ്ടി പണം ചെലവാക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു ഭാഷയുണ്ട്. ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ദൂർത്തടിക്കുന്ന ആളുകള് അവര് ശൈത്വാനിന്റെ മിത്രങ്ങളാണെന്ന്. മുബസ്സിരീന എന്ന് പറഞ്ഞെന്നറിയോ? ഒരു വിലയില്ലാതെ പണങ്ങനെ വാരി എറിയുന്നവർ, അങ്ങനെ ധൂർത്ത് കാണിക്കുന്നവർ, അവർ ശൈത്വാനിന്റെ മിത്രങ്ങളാണ്. എന്നാൽ ഇന്ന ശൈത്വാന കാന ലിറബ്ബിഹി കഫൂറ, ശൈത്താൻ അല്ലാഹുവോട് നന്ദികേട് കാണിച്ചവനാണ്. ആ ശൈത്വാനിന്റെ പണിയാണ് അമിതമായ ദുർവ്യയങ്ങൾ എന്ന് പറയുന്നത്. LP സ്കൂൾ തലത്തിലെ കുട്ടികൾ ഗ്രൂപ്പുകളായി മാതാപിതാക്കളുടെ ഫോണിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഫ്ലക്സ് വെക്കാനും അതുപോലെ തന്നെ സ്വന്തം ഫാൻസിന്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പണം പിരിക്കുന്നത് അധ്യാപകരാൽ പിടിക്കപ്പെടാണ്. എത്ര പ്രായം ഉണ്ടാവും? 6 വയസ്സോ 7 വയസ്സോ പ്രായമുള്ള മക്കളിൽ വരെ അതിന്റെ സ്പിരിറ്റുകൾ ഇങ്ങനെ കടന്നു വരാൻ ഒരുപാട് പണം സ്വരൂപിച്ചിട്ടാണ് അധ്യാപകർ പോലും അറിയുന്നത്. അതിന് മത്സരം അവിടെ ഇത്ര വേണം, വാരിവ് തരാൻ നമുക്കൊരു മടിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഈ ശക്തമായ പേമാരിയിലെ വീടിന്റെ മേൽക്കൂരയായി ഭദ്രമായി കാണുന്ന മേൽക്കൂരയുടെ ഓടുകൾ തങ്ങളുടെ മേലെ ഇടിഞ്ഞു വീഴുമോ എന്ന പേടി കാരണം ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ടുവന്ന് അതിന്റെ മേലെ കെട്ടിയുറങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇത് വെറുതെ പറയുന്ന ഒരു വർത്താനല്ല. ഒരുപക്ഷെ വിരൽ ചൂണ്ടി കാണിച്ചു തരാൻ കഴിയുന്ന വീടുകള് മൂക്കിന്റെ താഴെയുണ്ട്. അതിനൊന്നും പണം മുടക്കാൻ ആർക്കും കഴിയണില്ല. എത്ര ഫ്ലക്സുകളാണ്! ഇനി ഇതിൽ വരാൻ പോകുന്ന അപകടങ്ങൾ കൂടെ. എതിർ ടീമുകൾ തോൽക്കുമ്പോ, അവർ പുറത്താകുമ്പോ, അവരുടെ മുന്നിൽ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ആ ഫ്ലക്സുകൾ മുഴുവൻ പരസ്യമായി കത്തിച്ചു കളയുന്ന രീതികളിലൂടെ ഈ പണങ്ങളെ കൊണ്ടുവന്ന് ദൂർത്തടിച്ച് ആരുടെ ഫോട്ടോയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ദുർനടപ്പുകളെ കാണുമ്പോ, പണം ദുർവ്യയം ചെയ്യുമ്പോ നോക്കണേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ദൂർത്ത് കാണിക്കുന്ന ആളുകളെ അല്ലാഹുക്ക് ഇഷ്ടമില്ല. അവരോട് അല്ലാഹുക്ക് ഇഷ്ടമില്ല, അവരോട് അല്ലാഹുക്ക് വെറുപ്പാണ് എന്ന്. കളിച്ച പോരെ പ്രിയമുള്ളവരെ. ഏതെങ്കിലും ഒരു സമയം കളി കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തന്റെ നിർബന്ധിതമായ കർമ്മങ്ങൾക്ക് തടസ്സമില്ലാതെ ആ കളി കണ്ടാൽ പോരെ. എന്തിനാണ് ഈ പണം ഇങ്ങനെ ദൂർത്തടിക്കുന്നത്, അനാവശ്യമായി ചെലവഴിക്കുന്നത്? കയ്യിൽ നിന്ന് ഒരുപാട് ചെലവഴിച്ചു പോയ ആളുകൾ ഉണ്ടാകും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്നും പ്രയാസപ്പെടുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഹോസ്പിറ്റലുകളിൽ മരുന്നിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും ഒരു നന്മക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അൽഹംദുലില്ലാ. ഇതാരോട് കിടമത്സരം നടത്താനാണ്? അവരെക്കാളും ഏറ്റവും വലുത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുർനടപ്പുകൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്ക്, എന്തും നശിപ്പിക്കാൻ വരെ മടിയില്ലാത്ത. എതിർ ടീം ഗോളടിച്ചപ്പോ ഇഷ്ടപ്പെട്ടവർക്ക് ഗോള് കിട്ടിയപ്പോ TV വരെ തല്ലിപ്പൊട്ടിച്ചവരെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടത്. എന്തും നശിപ്പിക്കാവുന്ന ഒരു മനസ്സിലേക്ക്. അതുകൊണ്ട് അമിതമായ നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ലല്ലോ. കളിയുടെ ആവേശങ്ങൾ അവിടെ കൊണ്ടെത്തിക്കുന്നത് ആരുടെ പണിയാണ്? അത് ശൈത്താനിന്റെ കുതന്ത്രമാണ്. ഇതിന്റെ ഓരോ പോയിന്റിലും നിങ്ങൾക്കതിന്റെ കയ്യൊപ്പ് കാണാൻ സാധിക്കും. മൂന്നാമതായി ഇതിൽ സംഭവിക്കുന്ന പരാജയം, തിന്മകൾ വരുന്നത് ആരെയാണ് അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത്. അനുകരണങ്ങളാണ്. ഇഷ്ടപ്പെട്ട നോക്ക് നിങ്ങൾ, വസ്ത്രങ്ങൾ ആരുടേതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ജേഴ്സികളാണ്. അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരെ എല്ലാ ഫുട്ബോൾ കളിക്കാരുടെ പേരും വെച്ച ജേഴ്സികളായിട്ടാണ് മക്കള് പള്ളിക്ക് വരണേ. അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാശി പിടിക്കുമ്പോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നവർ, അതിന് പണം കെട്ടി വാങ്ങുന്നവർ, അതിന്റെ പുതിയ വിപണന മേഖലകളിൽ അവരുടെ ചിത്രങ്ങൾ വരെ ആലേപനം ചെയ്ത ജേഴ്സികള് ഇതിനെ അനുകരിച്ചു കൊണ്ടുവരാണ്. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ അനുകരിക്കുന്ന ആളുകളെ കാണാം. അതുപോലെ അവരുടെ ഹെയർ സ്റ്റൈലുകളെ നിങ്ങൾ നോക്ക്. ഇസ്ലാം ഹറാമെന്ന് പഠിപ്പിച്ച തലയുടെ മുടിയുടെ ചില ഭാഗങ്ങളെ എടുത്തു കളഞ്ഞ്
ചില ഭാഗം വെച്ച് കളയുന്നവരോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു ഒന്നുകിൽ മുഴുവൻ നിങ്ങൾ വടിച്ചു കളയാ, അല്ലെങ്കിൽ മുഴുവൻ നിങ്ങൾ വിട്ടേച്ച് കളയാ. നമ്മൾ ഏതൊക്കെ താരങ്ങൾ എങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുവോ അതുപോലെ മുടി വെട്ടിക്കുന്നവർ, ചെറിയ മക്കൾക്ക് വേണ്ടി പണം കൊടുക്കുന്നവർ. നിങ്ങൾക്കറിയോ, വീട് പോലും പച്ചയായി പറഞ്ഞാൽ മത്സരിച്ചിട്ട് 2 വീടുകൾ വരെയാണ്. അർജന്റീനയുടെ പെയിന്റിൽ ഒരു വീട്, പുതിയ വീടിനാണ്, മറ്റൊരു വീട് ബ്രസീലിന്റെ പെയിന്റിൽ. ഇങ്ങനെ പെയിന്റുകൾ അടിച്ച് പണം ദൂർത്തടിച്ച് അതിന്റെ കായിക താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ, അനുകരിക്കുമ്പോ അവരെങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, അവരേത് വസ്ത്രമാണ് ധരിക്കുന്നത്, അവരുടെ ഫോട്ടോകളുള്ള, അവരുടെ ഹെയർ സ്റ്റൈലുകളുള്ള, പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് അനുകരിക്കാൻ, പിന്തുടരാൻ അല്ലാഹു തആല അനുവാദം നൽകിയത് അള്ളാഹുവിന്റെ പ്രവാചകനെ, സ്വഹാബത്തിനെ, വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരോട് പിന്തുടരാൻ പറഞ്ഞു. പക്ഷെ ഹറാമായ അനുകരണങ്ങൾ നമുക്കിടയിലൂടെ കടന്നു വരുന്നുണ്ട്. ഇത്തിബാഉർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനെയാണ് നമുക്ക് അനുകരിക്കാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ സൽസ്വഭാവങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന മേഖലകൾ വരെയാണ്. വെറുപ്പും വിദ്വേഷവും ഏത് ഭാഷയും ആളുകൾക്കിടയിൽ ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്ന സൽസ്വഭാവം എന്ന് പറയുന്ന വിശ്വാസിയുടെ ഐഡന്റിറ്റി ഒരു ചെറിയ നേരത്തേക്കെങ്കിലും മനുഷ്യന്മാര് മറന്നു കളയുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും മാരകമായ മറ്റൊരു അപകടമാണ് വാതുവെപ്പുകൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. ബെറ്റുവെക്കുക, തോറ്റുകഴിഞ്ഞാലേ തല മൊട്ടടിക്കാം എന്ന് ബെറ്റുവെക്കുന്നവർ, മീശയുടെ പാതി എടുക്കാമെന്ന് ബെറ്റുവെക്കുന്ന ആളുകൾ, എന്റെ ടീം തോറ്റാൽ ഇത്ര രൂപക്ക് ബെറ്റുവെക്കുന്ന പണത്തിന് വേണ്ടി വാഹനത്തിന്റെ കീകൾ വരെ ബെറ്റുവെക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ എവിടെയാണ് അതിനെ ചേർത്ത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? ഖുർആനിലെ 5-ാമത്തെയും സൂറത്തുൽ മാഇദ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും കള്ളുകുടി എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത്, അമ്പുകോലുകൾ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശൈത്വാനിന്റെ മ്ലേച്ഛതകളിൽ പെട്ടതാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. അവിടെ ഖുർആൻ മദ്യപാനത്തിന്റെ കൂടെ എണ്ണിയത് മൈസറാണ്. ആ മൈസറ ചൂതാട്ടത്തിലാണ് വാതുവെപ്പിനെ എണ്ണിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബെറ്റുവെക്ക, വാതുവെപ്പുകൾ വെക്ക. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് പഴക്കില്ല. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്, അവന്റെ മനസ്സറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഇന്നമാ യുരീദു ശൈത്വാൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅള ഫിൽ ഖംറി വൽ മൈസിർ. നിങ്ങളുടെ വാതുവെപ്പിലെ ഈ മദ്യപാനത്തിലൂടെ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള വിദ്വേഷമാണ്. അതുപോലെ തന്നെ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ, ശത്രുതകൾ ഉണ്ടാക്കി തീർക്കാൻ അവിടെയാണ് ശൈത്വാൻ അതുകൊണ്ട് പടിപ്പെടുന്നത് എന്നുള്ളതാണ്. വാപ്പയും മകനുമാണ്, ജ്യേഷ്ഠനും അനിയനുമാണ്, ഏറ്റവും ദൃഢമായി നിൽക്കേണ്ട അയൽവാസി ബന്ധങ്ങളാണ്. പക്ഷെ താൻ ഇഷ്ടപ്പെട്ട ഫാനല്ല, താൻ ഇഷ്ടപ്പെട്ട ടീമല്ല എന്നുള്ളതിന്റെ പേരിൽ വെച്ച് വാതുവെപ്പുകൾ നടത്തി അതിന്റെ പേരിൽ ശത്രുക്കളായി ആളുകൾക്കിടയിൽ അപഹാസ്യരായി മാറുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഈ ഒരു വാശി നിങ്ങൾക്ക് നല്ലതല്ല. അതിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോ അത് മറ്റൊരു ലഹരിയാണ്, അത് മറ്റൊരു ലഹരിയാണ്. ആ ലഹരിയുടെ കൂടെ എന്താണോ ശൈത്താൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കിടയിലൂടെ കൊണ്ടുവരും. നിങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാകും, ശത്രുതയുണ്ടാകും. അടിച്ച വാക്കല്ലാന്റെ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങളെ അവൻ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ദിക്റിൽ നിന്ന് അവൻ നിങ്ങളെ അകറ്റും. നിസ്കാരത്തിൽ നിന്ന് ശൈത്താൻ നിങ്ങളെ അകറ്റി മാറ്റുമെന്നുള്ളതാണ്. സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കണം എന്റെ പ്രിയമുള്ളവരെ. കണ്ണിമ വെട്ടാതെ കാത്തിരിക്കാൻ അമേരിക്കയുടെ മെക്സിക്കോയുടെ മണ്ണിലൂടെ നടക്കുന്ന ഈ ഗെയിമുകൾക്ക് രാവും പകലും ഉറക്കമില്ലാതെ കാത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ ആലോചിക്ക, സുബഹിക്ക് എണീക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമുക്ക് ആരാധനകൾക്ക് തടസ്സം വരുമ്പോഴാണ് അത് തെറ്റായി മാറുന്നുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നിസ്കാരങ്ങളിൽ നിന്ന് മനസ്സ് മാറും.
അള്ളാഹ് എന്ന ബോധ്യം വരില്ല. അവനവന്റെ ജീവിതത്തെ പറ്റി അള്ളാഹിനെ പറ്റിയുള്ള ഒരു ചിന്ത വരില്ല. അള്ളാഹ് എന്ന ബോധ്യം നമ്മളിൽ നിന്ന് എവിടെ മാറി നിൽക്കുന്നുവോ അവിടെ ശൈത്താൻ ഇടപെടും. ശൈത്താനെ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവാൻ ശൈത്താൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തമ്മിത്തല്ലാൻ, വഴക്കടിക്കാൻ. നിങ്ങൾ നോക്ക്, നമ്മൾ രാത്രി കാലത്ത് 12:30-ക്കും 3:30-ക്കും 6:30-ക്കും 7:30-ക്കും 9:30-ക്കും നമ്മളിങ്ങനെ കാത്തിരിക്കാൻ ഇഷ്ടപ്പെട്ട ടീം ഇറങ്ങുന്നത് കാണാൻ. ഞാൻ കാണുന്നത് തെറ്റിയെന്ന് വീണ്ടും ആവർത്തിച്ചു പറയാൻ, ഇസ്ലാമിക നിർബന്ധിത ആരാധനകൾക്ക് തടസ്സം വരാതെ, ഹറാമുകളില്ലാതെ കളിക്കുന്നതോ അത് കണ്ടു എന്നുള്ളതിന്റെ പേരിലോ ഹറാമെന്ന് ഫത്വ കൊടുക്കാൻ നമ്മൾ ആരും ആളല്ല. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുബഹി എണീക്കാത്ത രൂപത്തിൽ കിടന്നുറങ്ങുന്ന ആളുകൾ ഒരു മാസത്തിന് മേലെയുള്ള മാമാങ്കങ്ങളിൽ തുടർച്ചയായി വരുമ്പോൾ ആരാധനകൾ മാറ്റിവെക്കപ്പെടുമ്പോ അവിടെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന് വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ പടച്ച റബ്ബ് വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണോ റബ്ബ്? ആ റബ്ബിന് വേണ്ടി ഒരു സമയം ഇതുപോലെ രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഒന്ന് എഴുന്നേൽക്കാൻ, അവനോടൊന്ന് പറയാൻ, ഒരു സുജൂദ് അല്ലാഹ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. യൻസിലു റബ്ബുന തബാറക വതആല ഇല സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നോട് ചോദിച്ചോ പാപങ്ങളെ പൊറുച്ചു തരാമെന്ന് പറയാൻ, അല്ലാഹ്ക്ക് വേണ്ടി ഒരു ദിവസം എത്ര ആരാധന കൊടുത്തു എന്ന് പറയാൻ. നിങ്ങൾക്കറിയോ, സൃഷ്ടിക്കപ്പെട്ട നാട് മുതൽ പുനരുദ്ധാരണത്തിന്റെ ബാസിന്റെ സമയം വരെ അല്ലാഹ്ക്ക് വേണ്ടി സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്. അവരാ സുജൂദ് എണീക്കുന്നില്ല. എന്നിട്ട് ബാസിൽ, പുനരുദ്ധാരണ നാളിൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹു വരെ എണീപ്പിക്കുമ്പോൾ അവർ പറയും, അല്ലാഹ് നിന്റെ മജ്ദിന്, നിന്റെ മഹത്വത്തിന് പകരമായി നിനക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്നാണ്. എന്നിട്ടാണ് സുബഹി ജമാഅത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് കഴിയണില്ലേ? നമ്മൾ ആലോചിക്കേണ്ടത്, അതിന് തടസ്സമായി ഇത്തരം സന്ദർഭങ്ങൾ മാറാൻ പാടില്ല. ശൈത്താൻ അവിടെ കൊണ്ടുപോയി ഇത്തരം വാതുവെപ്പുകൾ, നമസ്കാരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. അതുപോലെ എപ്പോഴും നമ്മൾ ഓർക്കണം, അള്ളാഹു നാളെ ചോദിക്കും. നമ്മളുടെ സമയത്തിനെ പറ്റി അള്ളാഹു ചോദിക്കും. നിനക്ക് ആയുസ് തന്നില്ലേ? നിനക്ക് ആരോഗ്യം തന്നില്ലേ? നിനക്ക് ഒഴിവ് സമയങ്ങളെ തന്നില്ലേ? എന്തിനാണ് നീ അത് ചെലവഴിച്ചത് എന്നുള്ളതാണ്. എന്തിനാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറുപ്പക്കാരായ മക്കൾ എത്ര ദിവസമായിട്ടുണ്ടാവും നല്ലപോലെ ഉറങ്ങിയിട്ട് രാത്രിയിൽ. നമ്മളൊക്കെ രാത്രി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ യാത്രയിൽ അകപ്പെടുമ്പോ അവിടെ ഉണ്ടാവും മക്കൾ ഇങ്ങനെ ഫ്ലക്സ് കെട്ടിയിട്ടും കട്ടൗട്ട് ഉണ്ടാക്കിയിട്ടും ഇതൊക്കെ ഏറ്റിക്കൊണ്ട് വന്നിട്ടും, ചെറുതു മുതൽ വലുത് വരെ മുഴുവൻ ആളുകൾ ഉണ്ടാവും. അവരുടെയൊക്കെ ആരോഗ്യ ഒഴിവ് സമയം നാളെ അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹു ചോദിക്കുമ്പോ എന്ത് പറയും അള്ളാഹിനോട്? എന്റെ ആയുസ് എന്തിന് ഞാൻ ചെലവഴിച്ചു എന്ന്, നന്മക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഒരൊറ്റ ആയത്ത് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത്. കഴിവുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കേ, എല്ലാവരും ഇങ്ങനെ ലോകകപ്പിന്റെ ആരവത്തിലാണ്, ആവേശത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ ദുആ ചെയ്തു, ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു. ഞാൻ ഇന്ന് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് അവരൊന്ന് ഫോണിൽ ബന്ധപ്പെട്ടു. സ്ട്രോക്ക് വന്ന് തലയുടെ ബാക്ക് സൈഡിലാണ്, അവിടുന്ന് ചലനമില്ലാതെ 90% രക്ഷപ്പെടില്ല എന്ന്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരുപക്ഷെ മരണത്തെ ഫേസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നിന്ന് അള്ളാഹു മാറ്റിക്കൊടുത്തു. ആ സർജറി സക്സസ് ആയി എന്ന് പറയാം. വെന്റിലേറ്ററിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിലും ചെറിയ ഫിസിക്കൽ എക്സസൈസുകളിലൂടെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഇംപ്രൂവ്മെന്റ്, കണ്ണുകൾ തുറന്ന് കൈകാലുകളുടെ ചലനം തുടങ്ങി. ആ കുടുംബം പക്ഷേ ഇന്നും അവർ ജുമാക്ക് പോവാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അവർക്കാർക്കും ലോകകപ്പിന്റെ ആരവങ്ങൾ കാണില്ല. ഇവിടെ പള്ളിയുത ഈ വലതു ഭാഗത്തിരിക്കണ ഒരു സഹോദരനുണ്ട്, മുഹമ്മദ് ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾക്കറിയായിരിക്കും. അദ്ദേഹം ഇന്നത്തെ വെള്ളിയാഴ്ച ഈ പള്ളിയിലില്ല, കോമ സ്റ്റേജിലാണ്. ചെറുപ്പക്കാരനാണ്. ഈ മഴയത്തെ തറസിന്റെ മുകളിൽ വന്ന വെള്ളം ഒന്ന് ഒഴുക്കിവിടാൻ ശ്രമിച്ചപ്പോ താഴെ വീണു തലക്ക് പറ്റിയ മേജർ ഇഞ്ചുറി.
ഒരു ബോധമില്ലാതെ കഴിയാൻ, ഒന്നും പറയാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി പറയാൻ. അവരുടെ മക്കൾക്ക്, അവരുടെ വാപ്പാക്ക്, അവരുടെ കുടുംബത്തിന് ഇങ്ങനത്തെ ആരവങ്ങൾ കടന്നു വരുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നലെ ഒരു സഹോദരൻ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞു പോയി. ഇവിടെ പള്ളി വരണ ഒരു ഫാമിലി, അവർ എറണാകുളത്ത് ഹോസ്പിറ്റലിലെ വരാന്തയിൽ കാത്തിക്കാൻ, ആ ഉമ്മാക്ക് വയ്യാതെ, അവർക്കാർക്കും ആരവങ്ങളെ കാണില്ല. എല്ലാ ആവേശങ്ങളും കെട്ടടങ്ങുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഈ ആരവങ്ങളൊക്കെ മാറ്റിവെച്ച് നിൽക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ഒരായത്ത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സൂറത്ത് ഹദീദ് 20-ാമത്തെ ആയത്ത്, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവും വസീന. നിങ്ങൾ അറിയണം, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കളിയാണ്, വിനോദമാണ്, ആനന്ദമാണ്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. മക്കളുടെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ പ്രൗഢി കടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന ഇടമായി ദുനിയാവ് മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താണെന്നറിയോ? കമസലി ഉയ്സിൻ അജബൽ കുഫാർ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ. പുതുമഴയത്ത് മുളച്ചു പൊങ്ങുന്ന ഒരു സസ്യം പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയില് അള്ളാന്റെ മഴത്തുള്ളി വന്ന് വീഴുമ്പോ അതിൽ നിന്നൊരു സസ്യം ഇങ്ങനെ നിർഗളിച്ചു വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാന്റെ ഖുർആൻ പറയാണ്, ആ സസ്യം ഇങ്ങനെ വളർന്നു വന്നാൽ അതിലൊരു മഞ്ഞു നിറം ബാധിക്കുന്നതായി നിനക്ക് കാണാം. ഒരു കാറ്റ് വന്നടിച്ച് വീശുന്നതോടെ ആ സസ്യം പരിപൂർണമായി നുരുമ്പിപ്പോകുന്നുവെങ്കിൽ അതുപോലെയാ നിങ്ങളുടെ ആയുസ്. മടക്കി പിടിച്ച കൈകളുമായി കരയാൻ മാറ്റം അറിയുന്ന രീതിയിലെ ഭൂമി ലോകത്തേക്ക് പറന്നു വീണ നമ്മളുടെ ബാല്യവും ശൈശവും അതുപോലെ തന്നെ യുവത്വവും മധ്യവയസ്കതയും വാർദ്ധക്യവും കടന്ന് ആ സസ്യത്തിന് മഞ്ഞ നിറം ബാധിച്ചതുപോലെ ഒരു വാർദ്ധക്യം നമ്മളിലൂടെ കടന്നു വന്ന് ഒരു കാറ്റടിച്ച് വീശുമ്പോ ആ സസ്യം പരിപൂർണമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂഹ് പിടിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരുണ്ടോ? ആ മലക്ക് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്ന പ്രിയമുള്ളവരെ, അതിനിടയിൽ ഒരു ചെറിയൊരു സമയമാണ്. ആ സമയം ഒരു ഹറാമിലേക്കും നീങ്ങാതെ രാജ്യം എന്ത് കാണിച്ചു എന്നുള്ളതല്ല, അതിൽ ഞാനില്ല എന്ന ദൃഢമായി ഉറച്ചു നിൽക്കാൻ ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കാൻ, അള്ളാഹുവിന്റെ ദീൻ കളിക്കുന്നതിനെതിരല്ല, കായിക പ്രവർത്തനങ്ങൾക്ക് അള്ളാന്റെ ദീൻ എതിരല്ല. ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയ കളികൾ കണ്ടതിനും അള്ളാഹുവിന്റെ ദീൻ എതിരല്ല. പക്ഷേ ഹറാമുകൾ ഉണ്ടാവാൻ പാടില്ല, നിർബന്ധിതമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എത്തിപ്പെടുന്ന ഹറാമുകളായിരിക്കാം. അത് ഈ ഒരു സന്ദർഭത്തിൽ ഒരു മിമ്പറിൽ വന്ന് ഒരുപക്ഷെ എനിക്കറിയാം അതിനെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ മനസ്സിന്റെ ഉള്ളിലെ വിമിഷ്ടങ്ങളുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അല്ലാഹുവിന്റെ ദീനാൻ, പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് തരേണ്ട നിർദ്ദേശമാണ് ഖുത്ബ എന്നുള്ളത് കൊണ്ടാണ് സഹോദരിമാരോടും ഉമ്മമാരോടും മക്കൾ വന്ന് ചോദിക്കുന്നതിനൊക്കെ പണം കൊടുക്കുമോ ഇതെന്തിനാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പുതിയ തലമുറകളോടും മക്കളോടൊക്കെ പറയാനുള്ളത്, ഈ ആഘോഷങ്ങളിലും ആരവങ്ങളിലൊക്കെ കടക്കുമ്പോ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരത്തിന്റെ RCCയുടെ അകത്തളങ്ങളിൽ ഒന്ന് കണ്ണു നോക്കിയിട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് ഇനി നിങ്ങൾ ദൂർത്ത് കാണിക്കണമെങ്കിൽ മനസ്സ് വരണ്ടോ നോക്ക്. നിങ്ങൾ നോക്ക്. കാരണം അവർക്കൊന്നും ലോകകപ്പിന്റെ ആരവങ്ങളൊന്നും കടന്നു വരണില്ല. അവരാരായിട്ടും വെറ്റുവെക്കാനില്ല, ആരോടും ഫ്ലക്സ് കൊണ്ട് മത്സരിക്കാനില്ല, ഇഷ്ടപ്പെട്ട താരത്തിന്റെ കട്ടൗട്ട് ഉയർത്താൻ അവരാരുമില്ല. ഉമ്മാന്റെ കയ്യിൽ പുഴുതിളക്കണ പോലെ കുട്ടി ഇങ്ങനെ തിളക്കുമ്പോ നമ്മൾ ഉമ്മാക്കൊന്ന് വിട്ടുകൊടുച്ചൂടെ? ഓടിപ്പോയി ചുമരിൽ ഇങ്ങനെ തലയടിച്ച് താഴെ വീണ ബ്രെയിൻ ട്യൂമർ വന്ന് വേദന സഹിക്കാൻ കഴിയാതെ 3.5 വയസ്സുകാരൻ കിടന്ന് പടക്കുമ്പോ കണ്ടു നിൽക്കാൻ നമുക്ക് പോലും കരച്ചു വരില്ല. എങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മാന്റെ അവസ്ഥ എന്താ? ഇങ്ങനെ ആളുകൾ പല വിഷമങ്ങളും നീങ്ങുമ്പോഴാണ് അല്ലാഹു തന്ന ആയുസ്സിനെ, ആരോഗ്യത്തിനെ വിസ്മരിച്ച് ഈ ഒരു അപകടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന ബോധ്യമുണ്ടാവുക. അള്ളാഹനെ മറന്നിട്ടുള്ള ഒരു സെക്കൻഡ് നമ്മളുടെ ലൈഫിൽ വേണ്ട മക്കളെ എന്ന് മാത്രമേ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. അള്ളാഹുവേ, നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد، اتقوا الله يا عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം വിശദീകരിച്ചു വന്ന വിഷയങ്ങളിൽ നമ്മൾ ഏതെടുത്ത് നോക്കിയാലും അതിലൊക്കെ ഒരു ശൈത്വാനിന്റെ പാതകളെ നമുക്ക് കാണാൻ സാധിക്കും. വെറ്റുവെക്കുന്ന വിഷയത്തിലാണെങ്കിലും, വാതുവെപ്പിന്റെ വിഷയങ്ങളിലാണെങ്കിലും, തമ്മിൽ തല്ലുന്ന വിഷയങ്ങളിലാണെങ്കിലും അതൊക്കെ അത് ശൈത്വാനിന്റെ പാതടികളാണ് എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ, അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ ഒക്കെ അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്ന വിഷയമാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിടയിൽ സൗഹാർദ്ദാന്തരീക്ഷങ്ങളെ തകർക്കുക എന്നുള്ളത് ശൈത്വാനിന്റെ മാർഗമാണ്. അതുകൊണ്ട് അത്തരം മാർഗത്തിലേക്ക്, അവൻ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിലേക്ക്, ഫഹ്ഷാകളിലേക്കും മുൻകറുകളിലേക്കും മാത്രമേ ശൈത്താൻ നിങ്ങളെ കൊണ്ടുപോകൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന ശൈത്വാന ലക്കും അജുവുൻ ഫത്തഖിദൂഹു അജുവ. അവൻ നിങ്ങൾക്ക് ശത്രുവാണ്, ശത്രുവിന് ശത്രുവായി നിങ്ങൾ കാണണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് നരകത്തിന്റെ വക്കിലേക്ക് ശൈത്താൻ നമ്മളെ കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുമ്പോൾ അത്തരം പാതരികളോട് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ മറക്കുന്ന ഒരു നിമിഷവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത് കളികൾക്കിടയിലാണെങ്കിലും ശരി, കളി കാണാനിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ശരി, അല്ലാഹ് എന്നുള്ളൊരു ബോധ്യം എവിടെ നമ്മളിൽ നിന്ന് പോകുന്നുണ്ടോ അവിടെയാണ് ശൈത്താൻ ഇടം പിടിക്കുന്നത്. ആ സാഹചര്യം നമ്മളിൽ അല്ലാഹ് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ വെറ്റുവെക്കുന്നവരിലോ, വാതുവെപ്പുകാരിലോ, ഫ്ലക്സ് ചാർത്തുന്നവരിലോ, കട്ടൗട്ട് വെക്കുന്നവരിലോ, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ തമ്മിത്തല്ലുന്നവരോ, ഒരു ഫാൻസിനെ നെഞ്ചിലേറ്റ് നടക്കുന്നവരിലോ ഒരു വിശ്വാസിയെ കാണാൻ പറ്റൂല എന്ന് വിചാരിച്ച് അവനൊരുപക്ഷെ കളിക്കുന്നുണ്ടാവാം. അവരതിലൊക്കെ ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടാവാം. അത് അള്ളാന്റെ ദീന് അനുവദിച്ചതിൽ നമുക്കുണ്ടാവാൻ നമ്മൾ അല്ലാത്തതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളൊരു ശ്രദ്ധ വേണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ മിമ്പറിൽ വെച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് ജുമഅക്ക് വരുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങളിൽ വരുന്ന ആളുകൾ നമ്മുടെ പാർക്കിംഗ് സൗകര്യങ്ങളെ ക്രമീകരിക്കാം. മറ്റുള്ളവർക്കൊരു തടസ്സം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം അത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതല്ലെങ്കിൽ പോലും ഒരുപാട് സ്ഥലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. തൊട്ടടുത്ത ആ ബേക്കറി ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ അവർ നമുക്ക് പാർക്കിംഗ് അനുവദിച്ചു തന്നതാണ്. ഈ ബിൽഡിങ്ങിന്റെ താഴെ നമുക്ക് പാർക്കിംഗ് അനുവദിച്ചു തന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴ്ഭാഗത്തെ സ്ഥലത്തും നമുക്കവരെ അതിന്റെ ഉടമകൾ പാർക്ക് ചെയ്യാൻ അനുവാദം തന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളുടെ വാഹനങ്ങളെ ഒതുക്കി നമ്മൾ പാർക്ക് ചെയ്താൽ മറ്റൊരാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഒരു അമലുസ്സാലിഹാത്താണ്, ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് നമ്മളുടെ വാഹനം മറ്റുള്ളവർക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൺട്രോൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് മറ്റുള്ളവർക്ക് കൂടെ അത് സൗകര്യമായി തീരും. അള്ളാഹു നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാജിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഹോദരൻ ഷാഫി കോമ സ്റ്റേജിലാണ്. മേജർ ഇഞ്ചുറിയാണ് തലക്ക് പറ്റിയിട്ടുള്ളത്. ഇതുവരെ ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫാജിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. അതുപോലെ നമ്മളുടെ ഖുർആൻ ക്ലാസ്സിലും ജുമയിലും ഒക്കെയുള്ള ഒരു സഹോദരന്റെ ഭാര്യ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. കുറച്ച് നാളുകളായി അവർ അവിടെ തുടർന്നുകൊണ്ടിരിക്കാൻ. അതുപോലെ ഇവിടുത്തെ ഈ പൗരത്വ ബില്ല് തുടങ്ങിയ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മളുടെ കൂടെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന ഇവിടെ അടുത്തുള്ളൊരു സഹോദരൻ യൂസഫ് സാഹിബ്, അദ്ദേഹം ഇന്നലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതുപോലെ നമ്മുടെ പള്ളിയിൽ ജുമഅക്കുള്ള ഒരു സഹോദരന്റെ വല്യമ്മ ഇന്ന് 11:30 ചെറവല്ലൂർ പള്ളിയിൽ അവർ മറവ് ചെയ്യപ്പെട്ടു. അള്ളാഹു ഉമ്മാന്റെ ഖബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ എന്റെ പകരത്തിൽ ഇവിടെ ഖുതുബ നടത്തിയ ഒരു ചെറിയൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കുട്ടിയും കട്ടിൽ നിന്ന് താഴെ വീണ് തലക്ക് ചെറിയ പ്രസാരമായ പരുക്ക് പറ്റി വളരെ വിഷമത്തില്ല. അതുപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ട്, സ്ട്രോക്കുമായി ബന്ധപ്പെട്ട്, ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്. ആ രോഗത്തിലെ ട്രീറ്റ്മെന്റിനിടയിൽ ഇവിടെ ഈ പള്ളിയിൽ ഇപ്പോൾ ഇരുന്ന് ഖുതുബ ശ്രവിക്കുന്ന ആളുകളുമുണ്ട്. അള്ളാഹുവേ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
എല്ലാ രോഗങ്ങളും വിഷമങ്ങളൊന്നുമില്ലാത്ത പരലോകത്തിന്റെ വിജയം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في جميع بلادنا وأذل الشرك والمشركين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.